ഇനി നമുക്ക് സംസാരിക്കാൻ പോകുന്നത് നമുക്കൊരു പെർഫ്യൂം ഒരു ഷോപ്പിൽ പോയി വാങ്ങുന്നേരം അല്ലെങ്കിൽ ഒരു പെർഫ്യൂം എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം, എങ്ങനെ എപ്പോൾ എല്ലാവർക്കും ഉള്ള കൺഫ്യൂഷൻ, എനിക്കും മുന്നേ ഉണ്ടായിരുന്ന ഒരു കൺഫ്യൂഷൻ, എങ്ങനെ ഞാനൊരു പെർഫ്യൂം ടെസ്റ്റ് ചെയ്ത് ചൂസ് ചെയ്യും. നോർമലി നമ്മളിപ്പോൾ ഏതൊരു ഷോപ്പിൽ പോയാലും നമുക്ക് കുറേ ബോട്ടിൽസ് വരും, ഓപ്ഷൻസ് വരും, ടെസ്റ്റർ പേപ്പർ മേലെ നമ്മൾ അടിച്ച് നോക്കും. നമ്മൾ കുറച്ച് സമയം കൊണ്ട് നമ്മളെ നോസ് ഓൾറെഡി ബ്ലൈൻഡ് ആയി പോകും. പിന്നെ നമുക്ക് അതൊരു ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മൾ മോസ്റ്റ്ലി ബ്ലൈൻഡ് ബൈങ് ചെയ്യല്. ഫസ്റ്റിൽ ഇഷ്ടപ്പെട്ട സ്മെല്ല് ഫോളോ ചെയ്ത് നമ്മൾ പർച്ചേസ് ചെയ്യും. ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോപ്പിൽ പോയി ഒരു സെന്റ് ചൂസ് ചെയ്യുന്നതിനും സ്കിന്നിൽ ഡയറക്റ്റ് അടിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ സ്കിൻ നോക്കുക, അത് എത്ര മണിക്കൂർ നിങ്ങളുടെ സ്കിന്നിൽ അത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, എത്ര മണിക്കൂറിൽ നിങ്ങൾക്ക് അതിന്റെ ഒരു പ്രൊജക്ഷൻ കിട്ടുന്നുണ്ട്. അതിനുശേഷം ഡിസൈഡ് ചെയ്യുന്ന ബെറ്റർ. നമ്മൾ ക്ലോത്ത് മേലെ അടിക്കുന്ന ക്ലോത്തിൽ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ചെയ്യും. പക്ഷെ സ്കിന്നിന്റെ ഇവാപ്പറേഷൻ റേറ്റ് വ്യത്യാസം. അപ്പോൾ സ്കിന്നുമേ ചെക്ക് ചെയ്ത് ബെറ്റർ. ഇപ്പോൾ പേപ്പറിൽ അടിക്കുന്നതിന്റെ പ്രശ്നം, പേപ്പറിൽ നല്ല സ്മെല്ല് കിട്ടും, അത് നിൽക്കും, ഇവാപ്പറേഷൻ എല്ലാം ഉണ്ട്. പക്ഷെ സ്കിന്നിൽ അടിക്കുന്നവരാണ് നമ്മുടെ സ്കിന്നായിട്ട് അതെങ്ങനെ റിയാക്ട് ചെയ്യും, നമ്മുടെ ബോഡി ഓർഡർ ആയിട്ട് അത് റിയാക്ട് ചെയ്തിട്ട് എങ്ങനെ പെർഫ്യൂം ജെല്ലാവുന്നുള്ളത് കിട്ടും. മറ്റേ നമുക്ക് കിട്ടുന്ന സ്മെല്ല് ഇപ്പം എൻ്റെ സ്കിന്നിൽ വർക്ക് ചെയ്യുന്നത് നിങ്ങളുടെ സ്കിന്നിൽ വർക്ക് ചെയ്യണമെന്നില്ല. നമ്മളെല്ലാം ബോഡിക്ക് pH ലെവല് ഡിഫറൻസ് ഉണ്ട്, ബോഡി ഓർഡറിൽ ഡിഫറൻസ് ഉണ്ട്. സ്കിന്നിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക അത് എങ്ങനെ നിങ്ങളുടെ കൂടെ വർക്കൗട്ട് ചെയ്യുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് പർച്ചേസ് ചെയ്ത് നിൽക്കുക. അതാണ് പറയാനുള്ളത്.